ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ടു മാത്സ് ബൈ ഗൂഗിൾ. അപ്പോൾ നമ്മൾ ഈ സീരീസ് കണ്ടിന്യൂ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇനി വരാനിരിക്കുന്ന SSCയുടെയും RRBയുടെ എക്സാമുകൾക്ക് ഉപകാരപ്പെടുമെന്ന് ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ച് ക്വാളിറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. മാത്രമല്ല നമ്മൾ ഒരു 2-3 ക്ലാസ്സുകൾ NTPC എക്സാമിന്റെ കഴിഞ്ഞ വർഷം ഗ്രാജുവേറ്റിനും അണ്ടർ ഗ്രാജുവേറ്റിനും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നിന്ന് ഫിൽട്ടർ ചെയ്തെടുത്തിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ക്വസ്റ്റ്യൻസ് അത് ഓരോ ടോപ്പിക് വൈസ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നത് നമുക്കറിയാം, മാത്സ് ബൈ ഗൂഗിൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മെൻസുറേഷൻ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഓൾജിബ്ര ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും മെൻസുറേഷനും ഓൾജിബ്രയും ചെയ്ത് കഴിഞ്ഞതാണ്. പിന്നെ ഡിവിസിബിലിറ്റി റൂളിന്റെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഷോർട്സിന്റെ സെക്ഷനിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൾട്ടിപ്ലിക്കേഷൻ ട്രിക്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു വരുന്നുണ്ട്. ഇതൊക്കെ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും പഠിക്കാനായിട്ട് ഇതിന്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. മാത്രമല്ല ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും കമന്റും ഒക്കെ ആയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ആണ് എൻ്റെ ഫ്യൂവൽ എന്ന് പറയുന്നത്. നമ്മൾ അതുകൊണ്ട് തന്നെയാണ് ഈ സീരീസ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഇനി വരാൻ പോണ SSCയുടെ എല്ലാ എക്സാമുകൾക്കും ഇത് ഉപകാരപ്പെടും, റെയിൽവേയുടെയും എല്ലാ എക്സാമുകൾക്കും ഉപകാരപ്പെടും. നമുക്കറിയാം കോമ്പറ്റീഷൻ അത്രയും ഹൈ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ഇന്റൻസീവ് ആയിട്ട് ക്വാളിറ്റി ഉള്ള ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് പഠിച്ചാലാണ് നമുക്ക് സർവീസിൽ കയറാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, സോ നമുക്ക് കൂടുതൽ ദീർഘിപ്പിക്കാതെ ജോമെട്രിയുടെ ബെസ്റ്റ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ NTPC ഗ്രാജുവേറ്റിനും അണ്ടർ ഗ്രാജുവേറ്റിനും ചോദിച്ചിട്ടുള്ള ബെസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എന്താ വരുന്നത്? P ഈസ് എനി പോയിന്റ് ഇൻസൈഡ് ദ റെക്ടാംഗിൾ ABCD. ഒരു റെക്ടാംഗിൾ ഉണ്ട് ABCD എന്ന് പറയുന്നത്, അതിൻ്റെ ഉള്ളിൽ P എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഓക്കെ, ഏത് പോയിന്റ് വേണമെങ്കിലും എടുക്കാന്നാണ് പറയുന്നത്. PAയുടെ ലെങ്ത് തന്നിട്ടുണ്ട്, PBയുടെ ലെങ്ത് തന്നിട്ടുണ്ട്, PC തന്നിട്ടുണ്ട്, ലെങ്ത് ഓഫ് PD ആണ് ചോദ്യം. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറമാണ്, ബ്രിട്ടീഷ് ഫ്ലാഗ് തിയറം എന്ന് പറയും. നമ്മൾ അറിഞ്ഞിരിക്കണം. ഫോർ എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു റെക്ടാംഗിൾ വരയ്ക്കുന്നു. ദിസ് ഈസ് വാട്ട് എ റെക്ടാംഗിൾ. ഇതൊരു റെക്ടാംഗിൾ ആണ്. ഓക്കെ, സോ ഈ റെക്ടാംഗിളിലെ ഒരു പോയിന്റ് ആണ്, നമുക്കറിയാം ABCD എന്ന് പറയുന്നതാണ് ഈ റെക്ടാംഗിൾ അല്ലെ, ABCD. സോ ABCD എന്ന് പറയുന്ന ഈ റെക്ടാംഗിളിൽ P എന്ന് പറയുന്ന പോയിന്റ് ഇതിൻ്റെ ഉള്ളിലാണ്. നമ്മൾ എന്തെടുത്തു? P എന്ന് പറയുന്ന ഈ പോയിന്റ് P ആയിട്ട് എടുത്തു. ഓക്കെ, സോ ഇവിടെ പറയുന്നത് എന്താ? PA 69. PA എന്ന് പറയുമ്പോൾ എന്താണ്? ഇതാണ് ലെങ്ത് PA എന്ന് പറയുന്നത്. ഇത് എത്രയാണ്? 69 ആണ്. ഓക്കെ അല്ലേ? യെസ്. PB 27 ആണ്. PB എന്ന് പറയുന്ന ലെങ്ത് ഇതാണ്. ഇത് എത്രയാണ്? 27 ആണ് തന്നിരിക്കുന്നത്. ഓക്കെ ഫൈൻ. സോ ഇതാണ് P എന്ന് പറയുന്ന പോയിന്റ്. PC എന്ന് പറയുന്നത് 38 ആണ്. PC എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. PC 38 ആണ്, 38 ആണ്. അങ്ങനെയാണെങ്കിൽ ചോദ്യം എന്താണ്? PDയുടെ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ഫൈൻ. നമ്മളിത് അറിഞ്ഞിരിക്കേണ്ട ബ്രിട്ടീഷ് ഫ്ലാഗ് തിയറത്തിന്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളാണ്, മനസ്സിലാക്കി വെക്കണം. എന്താണെങ്കിൽ P എന്ന് പറയുന്ന പോയിന്റ് PA² പ്ലസ് PC² ഇസ് ഈക്വൽ ടു PB² പ്ലസ് PD². അതായത് P എന്ന് പറയുന്ന പോയിന്റാണ് ഇവിടെ ഇൻസൈഡ് ആയിട്ട് തന്നിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാം PA² പ്ലസ് അതുപോലെ തന്നെ എയുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന C എന്ന് പറയുന്ന വെർട്ടെക്സിലേക്ക് Pയിൽ നിന്നുള്ള ദൂരം എത്രയാണ്? PC² ഇസ് ഈക്വൽ ടു എന്ത് വരും? PB² പ്ലസ് PD². ഇതാണ് ബ്രിട്ടീഷ് ഫ്ലാഗ് തിയറത്തിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ഏകദേശം ഈ റെക്ടാംഗിളിന്റെ ഉള്ളിൽ വരച്ചിരിക്കുന്ന ഡിസൈൻ എന്ന് പറയുന്നത് ഒരു റെക്ടാംഗിൾ ഷേപ്പിലാണല്ലോ ബ്രിട്ടീഷ് ഫ്ലാഗ് എന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ. ഓക്കെ, അപ്പോൾ അതിനോട് ആ രൂപരേഖയോട് സാദൃശ്യമുള്ള ഒരു ഫിഗർ ആയതുകൊണ്ടാണ് അതിനെ ബ്രിട്ടീഷ് ഫ്ലാഗ് തിയർ എന്ന് പറയുന്നത്. പേരിലൊന്നും വലിയ കഥയൊന്നുമില്ല, ഇതിന്റെ റിസൾട്ട് ഓർത്തു വയ്ക്കുക. PA² എന്താ? PA² എന്ന് പറയുമ്പോൾ 69ന്റെ സ്ക്വയർ ആണ്. സോ നമുക്കറിയാം 69² പ്ലസ് PC² എന്താ? 38² ആണ്. 38² പ്ലസ് അതുപോലെ തന്നെ പ്ലസ് അല്ല, ഇസ് ഈക്വൽ ടു എന്താണ്? PB എന്ന് പറയുമ്പോൾ എത്രയാണ്? 27² പ്ലസ് PD² എന്ന് പറയുമ്പോൾ എത്രയാണ്? PD² അറിയില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. PD ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ അല്ലേ? സോ യെസ്, നമുക്ക് മനസ്സിലാക്കാം ഈ 69ന്റെയും 38ന്റെ ഒന്നും സ്ക്വയറുകൾ നമ്മൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. 69ന്റെ സ്ക്വയറിൽ അവസാനം വരുന്ന ഡിജിറ്റ് ഏതാണ്? 1 ആയിരിക്കുമല്ലോ. അതെ, 9ന്റെ സ്ക്വയർ 81, 1 ആയിരിക്കും. 38ന്റെ സ്ക്വയറിൽ എത്രയായിരിക്കും? 8 64, 4 ആയിരിക്കും. അതായത് ഇവ തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് വരും? ലാസ്റ്റ് ഡിജിറ്റ് ആയിട്ട് 5 വരും. അതായത് ഇതിന്റെ സമ്മിലെ ലാസ്റ്റ് ഡിജിറ്റ് 5 ആണ്. അങ്ങനെയാണെങ്കിൽ ഇസ് ഈക്വൽ ടു ഇതിന്റെ സമ്മിലും ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കണം? 5 ആയിരിക്കണം. 27ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ? 27ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 7, അത് നമുക്കറിയാം 729 ആണെന്ന് അറിയാം. 9 ആണ് ലാസ്റ്റ് ഡിജിറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? പ്ലസ് PD² എത്രയായിരിക്കണം? മനസ്സിലാക്കുക, 5 ആണ് നമുക്ക് ലാസ്റ്റ് ഡിജിറ്റ് ആയിട്ട് ലെഫ്റ്റ് സൈഡിൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിലും 5 തന്നെ കിട്ടണം. റൈറ്റ് സൈഡിലും 5 തന്നെ കിട്ടണമെങ്കിൽ 9 പ്ലസ് എത്ര വരണം? 6 വരണം. അതായത് ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് PD² ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 6 ആയിരിക്കണം.
അതായത് ഏത് സംഖ്യയുടെ സ്ക്വയറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് ആണ് 6 വരുന്നത്? 70ന്റെ സ്ക്വയറിന്റെ ആണോ? അല്ല. 78ന്റെ സ്ക്വയറിന്റെ ആണോ? 864 4 വരുന്നത്. ഇതല്ല. 72ന്റെ സ്ക്വയറിന്റെ ആണോ? അല്ല, 4 വരുന്നത്. 74 സ്ക്വയർ ഇതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്താണ്? 6 ആണ്. സോ 70 സ്ക്വയർ കറക്റ്റ് പി ഡി സ്ക്വയറിന് ഫിറ്റ് ആണ്. സോ 74 സ്ക്വയർ ആയിരിക്കും പി ഡി സ്ക്വയർ. സോ പി ഡി ഇസ് വാട്ട്? ഓപ്ഷൻ ഡി 74 ആയിരിക്കും. ഇതാണ് റിസൾട്ട്. ഈ ക്വസ്റ്റ്യൻസ് ഒന്നും അധികം ആരും ചെയ്യാനായിട്ടുള്ള സാധ്യത കുറവാണ്. കാരണം ബ്രിട്ടീഷ് ഫ്ലാഗ് തീരത്തിന്റെ ഈ റിസൾട്ട് അറിഞ്ഞാൽ മാത്രമാണ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ തെറ്റിക്കില്ല. ഈ വരുന്ന എക്സാമുകൾക്ക് ഇത് ചോദിച്ചാൽ നമ്മൾ ഇതിന് ആൻസർ എഴുതും ചെയ്യും. സോ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ദിസ് ഈസ് നെക്സ്റ്റ് വൺ. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ABCD എന്ന് പറയുന്ന ഒരു ട്രപ്പീസിയമാണ്. ഓക്കെ, ഫൈൻ. എന്താണ് BC പാരലൽ ടു AD? അതെ, ട്രപ്പീസിയത്തിന്റെ ഒരു പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണ്. നമുക്കറിയാം, നമ്മൾ ഫിഗർ വരയ്ക്കും അല്ലെ. എന്താണ്? ഇതാണ് ഒരു സൈഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്ത സൈഡ് എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് ഇതാണ്. സോ ഈ രണ്ട് സൈഡുകൾ എന്താണ്? പാരലൽ ആണെന്ന് നമുക്കറിയാം അല്ലെ. ഏതൊക്കെ രണ്ട് സൈഡുകളാണ് പാരലൽ? ഈ രണ്ട് സൈഡുകൾ എന്താണ്? പാരലൽ ആണ്, ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്. അതിനെ BCയും ADയുമായിട്ട് കൊടുക്കണം അല്ലെ. പാരലൽ, BC പാരലൽ ടു AD അങ്ങനെയാണല്ലോ. അതായത് നമുക്ക് പറയാം, എന്ത് പറയാം? BC എന്ന് പറയുന്നത് ഇതായിട്ട് വന്നാൽ AD എന്ന് പറയുന്നത് എന്ത് വരണം? AD എന്ന് പറയുന്നത് ABCD, AD എന്ന് പറയുന്നത് ഇതായിട്ട് വരണം അല്ലെ. അപ്പൊ കറക്റ്റ് സൈക്ലിക് ഓർഡർ തന്നെയാണ്. ABCD ട്രപ്പീസിയം ആണ്. ക്ലിയർ? BCയും ADയും പാരലൽ ആണ്. ഓക്കെ, AC is equal to CD ആണ്. അടുത്ത കണ്ടീഷൻ എന്താ? AC is equal to CD. AC എന്ന് പറയുമ്പോൾ എന്താ? AC എന്ന് പറയുമ്പോൾ ഇതിന്റെ ഡയഗണൽ ആണ്. AC is equal to CD. CD എന്ന് പറയുമ്പോൾ എന്താണ്? CD എന്ന് പറയുമ്പോൾ ഈ ലെങ്ത് ആണ്. ഇത് രണ്ടും ഈക്വൽ ആണ്. ഓക്കെ, ABC 69 ആണ്. ABC എന്താ? 69. ABC എന്ന് പറയുന്നത് 69 ആണ്. ഈ ആംഗിൾ എന്ന് പറയുന്നത്. BAC 23. BAC എന്ന് പറയുന്നത് 23 ആണ്. ദിസ് ഇസ് വാട്ട്? 23. അങ്ങനെയാണെങ്കിൽ ACD ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ ആംഗിൾ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫിഗർ ഓക്കെ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, സോ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കാം? നമുക്കറിയാം, രണ്ട് പാരലൽ ലൈൻസ് ഉണ്ട്. അതിനെ കട്ട് ചെയ്യുന്ന ട്രാൻസ്വേഴ്സൽ ലൈൻ ഉണ്ട്. അതിനെ കട്ട് ചെയ്യുന്ന ട്രാൻസ്വേഴ്സൽ ലൈനാണ് ഇതെന്ന് പറയുന്നതും. ഓക്കെ അല്ലേ? ഇവിടെ രണ്ട് സൈഡുകൾ ഈക്വൽ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ ചെയ്യേണ്ടത്? നമുക്കറിയാം, ഇത് രണ്ടും എന്താണ്? ഈ സൈഡ് ഇതെന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് ട്രാൻസ്വേഴ്സൽ ലൈനാണ്. ഇത് രണ്ടും കട്ട് ചെയ്യുന്നു. നമുക്ക് മനസ്സിലാക്കാം, എന്ത് മനസ്സിലാക്കാം? ഈ ആംഗിൾ എന്ന് പറയുന്നതും, അതായത് ഇങ്ങനെ രണ്ട് പാരലൽ ലൈൻസ് വരച്ചാൽ ഇതൊരു ട്രാൻസ്വേഴ്സൽ ലൈനാണ്. മാത്രമല്ല, ഇങ്ങനെ രണ്ട് പാരലൽ ലൈൻ വരച്ചാൽ AB എന്ന് പറയുന്നതും ട്രാൻസ്വേഴ്സൽ ലൈൻ അല്ലേ? അതെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്ത് പഠിച്ചിട്ടുണ്ട്? രണ്ട് പാരലൽ ലൈൻസ്, അതിനെ കട്ട് ചെയ്യുന്ന ഒരു ട്രാൻസ്വേഴ്സൽ ലൈൻ. ഈ രണ്ട് ആംഗിളുകൾ ആഡ് ചെയ്താൽ എന്ത് വരും? ഈ രണ്ട് ആംഗിളുകൾ ആഡ് ചെയ്താൽ 180 ഡിഗ്രി വരണം. അതായത് മനസ്സിലാക്കുക, ഈ രണ്ട് പാരലൽ ലൈൻസ്, ഇത് ട്രാൻസ്വേഴ്സൽ ലൈൻ, ഈ കംപ്ലീറ്റ് ആംഗിളും കൂടെ ആഡ് ചെയ്താൽ 180 ഡിഗ്രി വരണം. അതായത് ഈ ചെറിയ ആംഗിൾ എന്ന് പറയുന്നത്, ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്ര വരും? നോക്കിക്കോ, 23ഉം 69ഉം എത്ര വരുന്നത്? നമുക്കറിയാം 80ഉം അതുപോലെ തന്നെ 12ഉം 92 ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ വരുന്നത്. അപ്പോൾ ഈ ആംഗിൾ എത്ര വരും? ആ ആംഗിൾ എന്ന് പറയുന്നത് 88 വരും. 88 ഡിഗ്രി ആയിരിക്കും ഈ ആംഗിൾ. ക്ലിയർ ആണല്ലോ? 88 ഡിഗ്രി സെറ്റാണ്. അതുപോലെ തന്നെ ഇത് രണ്ടും കൂടെ കൂട്ടിയപ്പോൾ 180 വന്നു. ഈ ആംഗിൾ എന്ന് പറയുന്നത് 88 ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ട്രയാങ്കിൾ എന്താ? ഈ ട്രയാങ്കിളിന്റെ രണ്ട് സൈഡുകൾ ഈക്വൽ ആണ്, ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. അതുകൊണ്ട് ഈക്വൽ സൈഡിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇത് 88 ആണെങ്കിൽ മനസ്സിലാക്കാം, ഈ സൈഡിന് ഓപ്പോസിറ്റ് ആണ് ഈ ആംഗിൾ. ഈ സൈഡിന് ഓപ്പോസിറ്റ് ഉള്ള ഈ ആംഗിളും എന്തായിരിക്കും? 88 ആയിരിക്കും. സോ ദിസ് ആംഗിൾ ഈസ് ഓൾസോ 88 ഡിഗ്രി. ക്ലിയർ ആണല്ലോ? എടാ, ഇതൊരു ട്രയാങ്കിൾ അല്ലേ? ഈ ട്രയാങ്കിളിലെ രണ്ട് ആംഗിൾസ് 88 അത് രണ്ടും കൂടി കൂട്ടുമ്പോൾ എത്രയായി മാറി? 160ഉം 16ഉം 176. 176 ആണെങ്കിൽ ബാക്കി ആംഗിൾ എത്ര വരും? സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ 180 ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? ഇത് 4 ഡിഗ്രി വരും. ക്ലിയർ അല്ലേ? 88 176 4 ഡിഗ്രി കൂടെ ചേർത്താൽ 180. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ആ ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇതാണ് തിയറം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതാണ് റിസൾട്ട് എന്ന് പറയുന്നത്. ട്രപ്പീസിയം ആണ് തന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിലും ലൈൻസ് ആൻഡ് ആംഗിൾസിലെ രണ്ട് പാരലൽ ലൈനും ഒരു ട്രാൻസ്വേഴ്സൽ ലൈനും വരുമ്പോഴുള്ള ആംഗിളിന്റെ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കും, ഓർത്തു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ദിസ് ഈസ് നെക്സ്റ്റ് വൺ. ഇൻ എ ക്വാഡ്രിലാറ്ററൽ PQRS ബൈസെക്ടേഴ്സ് ഓഫ് രണ്ട് ആംഗിൾ ആറിന്റെയും എസിന്റെയും ബൈസെക്ടേഴ്സ് T എന്ന് പറയുന്ന പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നു. ഇൻസൈഡ് ദ ക്വാഡ്രിലാറ്ററൽ ആണ്. ഓക്കെ, STR എന്ന് പറയുന്നത് 8 ഡിഗ്രിയാണ്. റേഷ്യോ ഓഫ് P to Q എന്ന് പറയുന്നത്
7:9 ആണ്. ദെൻ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്യൂ ആൻഡ് പി? നമ്മൾ എന്ത് ചെയ്യണം? ഒരു ക്വാഡ്രിലാറ്ററൽ വരയ്ക്കുക. സോ ദിസ് ഈസ് വാട്ട് ദ ക്വാഡ്രിലാറ്ററൽ. ഇതൊരു ക്വാഡ്രിലാറ്ററൽ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഇതിലെ പി ക്യു ആർ എസ് എന്ന് പറയുന്നതാണ് പേര്. പി ക്യു ആർ എസ് എന്ന് പറയുന്നതാണ് പേര്. ഇതിലെ ആറിൻ്റെയും എസിൻ്റെയും ആംഗിൾ ബൈസെക്ടേഴ്സ്, എസിൻ്റെ ആംഗിൾ ഇതാണ്, ആറിൻ്റെ ആംഗിൾ ഇതാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ആംഗിൾ ബൈസെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇതാണ് ബൈസെക്ടർ എന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ ഇതാണ് ബൈസെക്ടർ എന്ന് വിചാരിക്കുക. എസിൻ്റെയും രണ്ടിൻ്റെയും ആംഗിൾ ബൈസെക്ടേഴ്സ് എടുത്തു. ആംഗിൾ ബൈസെക്ടറിന് നമ്മളൊരു ക്രോസ് മാർക്ക് ഇടാറുണ്ട്, കറക്റ്റായിട്ട് മുറിക്കുന്നു എന്ന് കാണിക്കാൻ. എന്താ പറയുന്നത്? മീറ്റ് ചെയ്യുന്നു ടി എന്ന് പറയുന്ന പോയിന്റ്. ഇതാണ് ടി എന്ന് പറയുന്ന പോയിന്റ്. STR 8 ഡിഗ്രിയാണ്. STR 8 ഡിഗ്രി. STR എന്ന് പറയുന്നത് 8 ഡിഗ്രിയാണ്. സോ ദിസ് ഇസ് വാട്ട് 8 ഡിഗ്രിയാണ്. ഓക്കെ, ദ റേഷ്യോ ഓഫ് പി ടു ക്യൂ, പിയുടെയും ക്യൂവിൻ്റെയും റേഷ്യോ തന്നിട്ടുണ്ട് 7:9 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്യൂ ആൻഡ് പി? എടാ, പിയും ക്യൂവും 7:9 ആണെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 2 യൂണിറ്റ് ആണ്. 2 യൂണിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്താ ചെയ്യുക? നിങ്ങൾ ഓർത്ത് വെക്കുക, ഒരു ക്വാഡ്രിലാറ്ററലിൽ രണ്ട് ആംഗിളുകളുടെ ബൈസെക്ടർ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുവെങ്കിൽ, രണ്ട് ആംഗിളിന്റെ ബൈസെക്ടറുകൾ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുവെങ്കിൽ ആ ആംഗിൾ എന്ന് പറയുന്നത്, ആ ബൈസെക്ടേഴ്സും ആ പോയിന്റും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് എപ്പോഴും ശ്രദ്ധിക്കുക എന്തായിരിക്കും? ബാക്കിയുള്ള രണ്ട് ആംഗിളുകൾ ഉണ്ടല്ലോ, പി എന്ന് പറയുന്നതും ക്യൂ എന്ന് പറയുന്നതും, ഈ രണ്ട് ആംഗിളിന്റെ ആവറേജ് ആയിരിക്കും. അതായത് പി പ്ലസ് ക്യൂ ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. അതായത് പി പ്ലസ് ക്യൂ ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നതാണ് എന്ത്? ഈ ആംഗിൾ STR എന്ന് പറയുന്നത്, അതായത് 8 ഡിഗ്രി. അതായത് പി പ്ലസ് ക്യൂ എന്ത് വരും? പി പ്ലസ് ക്യൂ എന്ന് പറയുന്നത് 2 അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് വരും? 16 വരും. പി പ്ലസ് ക്യൂ എന്ന് പറയുന്നത് 16 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ ആണല്ലോ? 16 ഡിഗ്രി. സോ പി പ്ലസ് ക്യൂ 16 ഡിഗ്രി. എടാ, പിയും ക്യൂവും കൂടി കൂട്ടിയാൽ എത്രയാ? 7 + 9 അല്ലേ? 7 ആണ് ഒരു ആംഗിൾ എന്ന് പറയുന്നത്, മറ്റേ ആംഗിൾ 9 ആണ്. രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 16 യൂണിറ്റ്. ഈ 16 യൂണിറ്റ് എന്ന് പറയുന്നത് തന്നെയാണ് എന്തെന്ന് പറയുന്നത്? 16 ഡിഗ്രി എന്ന് പറയുന്നത് അല്ലേ? കാരണം എന്താ? ഈ രണ്ട് ആംഗിളിന്റെ സമ്മ് 16 ഡിഗ്രി ആണെന്ന് കിട്ടി. ഈ ആംഗിൾ 7 യൂണിറ്റ്, ഈ ആംഗിൾ 9 യൂണിറ്റ്. 7 + 9 16 യൂണിറ്റ് ആണ് 16 ഡിഗ്രി എന്ന് പറയുന്നത്. എന്താ കണ്ടുപിടിക്കേണ്ടത്? ആ ആംഗിളിന്റെ ഡിഫറൻസ്. 7 യൂണിറ്റും 9 യൂണിറ്റും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? 2 യൂണിറ്റ്. 2 യൂണിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് എത്ര വരും? 2 ഡിഗ്രി ആയിരിക്കും 2 യൂണിറ്റ്. 16 യൂണിറ്റ് എന്ന് പറയുമ്പോൾ 16 ഡിഗ്രി ആണെങ്കിൽ 2 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 2 ഡിഗ്രിയാണ്. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. വളരെ സിമ്പിൾ ആണ്. ഈ റിസൾട്ട് ഓർത്തു വെക്കണം. എന്താണ് ഈ റിസൾട്ട്? ഓർത്തു വെക്കണം, ആംഗിൾ STR എന്ന് പറയുന്നത് എന്താണ്? ആംഗിൾ പി പ്ലസ് ആംഗിൾ ക്യൂ ഡിവൈഡഡ് ബൈ 2 ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഒരു ക്വാഡ്രിലാറ്ററലിന്റെ രണ്ട് ആംഗിളുകളെ ബൈസെക്ട് ചെയ്യുന്ന ആംഗിൾ ബൈസെക്ടേഴ്സ്, ആ ആംഗിൾ ബൈസെക്ടറും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് ബാക്കിയുള്ള രണ്ട് ആംഗിളിന്റെ എടുക്കാത്ത ആംഗിൾ ബൈസെക്ടർ ഇല്ലാത്ത രണ്ട് ആംഗിളുകളുടെ ആവറേജ് ആയിരിക്കും. ദാറ്റ് മീൻസ് ആ രണ്ട് ആംഗിളുകൾ തമ്മിൽ കൂട്ടുക ഡിവൈഡഡ് ബൈ 2. ദാറ്റ് ഈസ് വാട്ട്? ദ ആംഗിൾ ബിറ്റ്വീൻ ദ ആംഗിൾ ബൈസെക്ടേഴ്സ്. ഗോട്ട് ഇറ്റ്? ക്ലിയർ ആണ്? വളരെ സിമ്പിൾ ആണ്. ചോദിക്കും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറംസ് ആണ്. സോ ദ നെക്സ്റ്റ് വൺ ഈസ് ദിസ് ഈസ് ദ നെക്സ്റ്റ് വൺ. സി, ഫോർ എ റെഗുലർ പോളിഗൺ, sum of interior angles is 250% more than sum of exterior angles. Each interior angle of polygon measures x degree. What is the value of x? Polygon. റെയിൽവേയുടെ ഫേവറേറ്റ് ടോപ്പിക് ആണ് പോളിഗൺ. NTPCയുടെ ഗ്രാജുവേറ്റും അണ്ടർ ഗ്രാജുവേറ്റും നിരത്തി ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. എക്സ്റ്റീരിയർ ആംഗിളും ഇന്റീരിയർ ആംഗിളും ഡയഗണലും സൈഡുകളും ഇതൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ചോദിച്ചിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കുക, പോളിഗൺ എന്ന് പറയുമ്പോൾ എന്താണ്? രണ്ടിലധികം 3 മുതൽ സൈഡുകളുള്ളതാണ് പോളിഗൺ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ ചെറിയൊരു ഡയഗ്രാം വരച്ചിട്ട് നിങ്ങൾക്ക് ഒരു ബേസിക് എക്സ്പ്ലനേഷൻ തരാം. ഒരു പോളിഗൺ അത് എത്ര ഷേപ്പ് വേണമെങ്കിലും ആയിക്കോട്ടെ. ഓക്കെ, എത്ര ഷേപ്പ് വേണമെങ്കിലും ആയിക്കോട്ടെ. ഇത് ക്വാഡ്രിലാറ്ററലായി പോയി. ഓക്കെ, മനസ്സിലാക്കുക. ഇതിന് എത്ര ഷേപ്പ് വേണമെങ്കിലും വരച്ച് വരുമ്പോൾ നമുക്ക് ക്വാഡ്രിലാറ്ററലേ വരുന്നുള്ളൂ. ശ്രദ്ധിക്കുക, എത്ര ഷേപ്പ് വേണമെങ്കിലും ഇതിനായിക്കോട്ടെ. ഇതിപ്പോൾ ഒരു 5 സൈഡർ ആയിട്ടുള്ളൊരു പോളിഗൺ ആണ്. ഓക്കെ, സോ ഈ പോളിഗണിൻ്റെ ഇന്റീരിയർ ആംഗിളുകൾ എന്ന് പറയുന്നതാണ് എന്ത്? ഇതെല്ലാം ഇന്റീരിയർ ആംഗിൾ ആണ്. ഇതെല്ലാം എന്താണ്? ഇന്റീരിയർ ആംഗിൾ ആണ്. ഇവിടെ പറയുന്നത് റെഗുലർ പോളിഗൺ ആണ്. അതായത് എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും, എല്ലാ ഇന്റീരിയർ ആംഗിൾസും ഈക്വൽ ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. ഇതിന്റെ ഒരു സൈഡ്, ഇത് ഇന്റീരിയർ ആംഗിൾ ആണെന്ന് പറഞ്ഞു, ഒരു സൈഡിനെ എക്സ്റ്റെൻഡ് ചെയ്താൽ ആ സൈഡിൽ വരുന്ന ഈ ആംഗിൾ ആണ് എക്സ്റ്റീരിയർ ആംഗിൾ ഇ എന്ന് പറയുന്നത്. ഇന്റീരിയർ ആംഗിൾ ഐ ആയിട്ട് എടുക്കുന്നു, എക്സ്റ്റീരിയർ ആംഗിൾ ഇ ആയിട്ട് എടുക്കുന്നു. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുക, ഈ സൈഡിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് ആംഗിളിന്റെ സം എന്ന് പറയുന്നത് എന്താ? ഇന്റീരിയർ ആംഗിൾ പ്ലസ് എക്സ്റ്റീരിയർ ആംഗിൾ എത്രയായിരിക്കും?
ഈ ലൈനിൻ്റെ മുകളിലുള്ള ആംഗിളാണ്. ഈ ലൈനിൻ്റെ മുകളിലുള്ള ഈ ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇന്റീരിയർ ആംഗിൾ പ്ലസ് എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണെന്ന് ഓർത്ത് വയ്ക്കുക. യെസ്, ക്ലിയർ ആണ്. സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ് ഈസ് 250% മോർ ദാൻ സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾസ്. അതായത് ഇന്റീരിയർ ആംഗിളിന്റെ സം എന്ന് പറയുന്നത് എപ്പോഴും ഒരു പോളിഗണിന്റെ n സൈഡുകളുള്ള ഒരു പോളിഗണിന്റെ സം ഓഫ് ഇന്റീരിയർ ആംഗിൾ എന്ന് പറയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ്, n-2 × 180 ആണ് എല്ലാ ഇന്റീരിയർ ആംഗിളുകളും കൂടി കൂട്ടുമ്പോൾ. ഓക്കെ, ഇതെന്ന് പറയുന്നത് സം ഓഫ് ഇന്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് 250% മോർ ദാൻ സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾസ്. എക്സ്റ്റീരിയർ ആംഗിളിന്റെ സം എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോ, എക്സ്റ്റീരിയർ ആംഗിളിന്റെ സം എന്ന് പറയുന്നത് എപ്പോഴും അത് ഏത് പോളിഗൺ വേണമെങ്കിലും ആയിക്കോട്ടെ അത് 360 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ അല്ലേ? ആ 360ന്റെ 250% കൂടുതലാണ്. 360 ഉണ്ട് പ്ലസ് 360ന്റെ 250% കൂടെ ആഡ് ചെയ്യണം. അതായത് മനസ്സിലാക്കുക, 250% മോർ ദാൻ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം 360യുടെ 250% മോർ ദാൻ. അതായത് ഓൾറെഡി 360 ഉണ്ട്, അതിനോട് കൂടിയിട്ട് എന്ത് ചെയ്യണം, 250% ഓഫ് 360 ഇതും കൂടെ ആഡ് ചെയ്യണം. ഇതാണ് വരുന്നത്. ഓക്കെ അല്ലേ? സോ ഇത് വരിക എന്ന് പറഞ്ഞാൽ എന്താണ്, ഓൾറെഡി ഒരു 100% ഉണ്ട്, അതിലൂടെ 250 കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ മൊത്തത്തിൽ 350%ന്റെ എഫക്റ്റീവ് ആണ് ഉണ്ടാവുന്നത്. അത് മനസ്സിലാക്കുക. 350%ന്റെ എഫക്റ്റീവ് 350% എന്ന് പറയുമ്പോൾ എത്ര വരിക, 7/2. 7/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, അവിടെ 350% എന്നുള്ള എഫക്റ്റീവ് വാല്യൂ കിട്ടും. അതായത് n ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. വാട്ട് ഈസ് x ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്പർ ഓഫ് സൈഡ് നമുക്ക് ആദ്യം കാണാം. 180 എന്ന് പറയുന്നത് 360 2 തവണ, രണ്ടും വെട്ടിപ്പോയി. n-2 എന്ന് പറയുമ്പോൾ 7 ആണെങ്കിൽ n എന്ന് പറയുന്നത് എന്തായിരിക്കും, n എന്ന് പറയുന്നത് 9. അതായത് പോളിഗണിന്റെ സൈഡ് എന്ന് പറയുന്നത് 9 സൈഡാണുള്ളത്, നൊണഗഡ് ആണെന്നുള്ളത് മനസ്സിലാക്കാം. ഈച്ച് ഇന്റീരിയർ ആംഗിൾ ഓഫ് പോളിഗൺ മെഷേഴ്സ് എക്സ്. ഓരോ ആംഗിളും എത്രയായിരിക്കും, എക്സ് ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഓരോ ആംഗിളുമാണ് ചോദിക്കുന്നത്. എടാ 9 ആണ് അതിൻ്റെ സൈഡിൻ്റെ എണ്ണമെങ്കിൽ മനസ്സിലാക്കുക, 360 ആണ് ടോട്ടൽ എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ സമ്മ്. 9 സൈഡ് ഉണ്ടെങ്കിൽ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 360 ഡിവൈഡഡ് ബൈ 9 എന്ന് പറയുമ്പോൾ 40 ഡിഗ്രി കിട്ടും. ഈ 40 ഡിഗ്രിയാണ് എക്സ്റ്റീരിയർ ആംഗിൾ. അങ്ങനെയാണെങ്കിൽ ഇത് 40 ഡിഗ്രി ആണെങ്കിൽ ഇതിൻ്റെ ഇന്റീരിയർ ആംഗിൾ എത്രയായിരിക്കും, നമുക്കറിയാം ഇത് മൊത്തം 180 അല്ലേ, ഇന്റീരിയർ എത്രയായിരിക്കും, 140 ആയിരിക്കും. ഇന്റീരിയർ ആംഗിൾ ഇസ് ഈക്വൽ ടു 140 ഡിഗ്രി ആയിരിക്കും. അതാണ് ചോദിച്ചിരിക്കുന്നത്. എക്സ് എന്ന് പറയുന്നത് ഓരോ ഇന്റീരിയർ ആംഗിളുമാണ്. സോ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. വളരെ സിമ്പിൾ ആണ്. ഈ മെത്തേഡിൽ നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് എത്താനായിട്ട് പറ്റും. മനസ്സിലാക്കുക, ഇതാണ് ഇതിൻ്റെ റൈറ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. സോ ദിസ് ഈസ് നെക്സ്റ്റ് വൺ. സീ ദിസ് വൺ. ഓക്കെ, പി ഈസ് ദ പോയിന്റ് ഔട്ട്സൈഡ് എ സർക്കിൾ. ഒരു സർക്കിളിന്റെ പുറമേ ഉള്ള പോയിന്റ് ആണ് പി എന്ന് പറയുന്നത്. ആൻഡ് 17 സെന്റിമീറ്റർ എവേ ഫ്രം ഇറ്റ് സെന്റർ. എ സീക്കൻഡ് ഡ്രോൺ ഫ്രം പോയിന്റ് പി intersect the circle at points A and B such that PA is equal to 8, AB is equal to 7, PB greater than PA, radius of the circle. Radius of the circle ആണ് ചോദ്യം. ശ്രദ്ധിക്കണേ, നമുക്കറിയാം ഡയാമീറ്റർ എന്ന് പറയുന്നത് ഇവിടെ എന്തുണ്ട്, 2 പീസ് സീക്കൻഡ് ഡ്രോൺ ഫ്രം എ പോയിന്റ് പി ഇന്റർസെക്ട് ദ സർക്കിൾ അറ്റ് 2 ഡിഫറെൻറ്റ് പോയിന്റ്സ് എയിലും ബിയിലും ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. എന്താണ്, ഒരു സർക്കിൾ ഉണ്ട്. ഓക്കെ, ദിസ് ഇസ് എ സർക്കിൾ ആൻഡ് പി എന്ന് പറയുന്ന പോയിന്റ് ഔട്ട്സൈഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് പി എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, പി ആൻഡ് 17 സെന്റിമീറ്റർ എവേ ഫ്രം ദ സെന്ററിൽ നിന്ന് 17 സെന്റിമീറ്റർ അകലെയാണ്. സോ ദിസ് ഇസ് വാട്ട്, 17 സെന്റിമീറ്റർ അകലെയാണ്. എ സീക്കൻഡ് ഡ്രോൺ ഫ്രം പോയിന്റ് പി ഇന്റർസെക്ട് ദ സർക്കിൾ അറ്റ് എ ആൻഡ് ബി. പിയിൽ നിന്ന് വരയ്ക്കുന്ന ഒരു സീക്കൻഡ് എന്ന് പറയുമ്പോൾ സർക്കിളിനെ എക്സാക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു പോയിന്റിൽ നിന്ന് വരയ്ക്കുന്നതാണ് സീക്കൻഡ് എന്ന് പറയുന്നത്. പിയിൽ നിന്ന് നമ്മൾ എന്ത് വരച്ചു, സീക്കൻഡ് വരച്ചു. സോ ദിസ് ഇസ് വാട്ട് സീക്കൻഡ് സർക്കിളിനെ 2 പോയിന്റ്സിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. എവിടേക്കാ, എയും ബിയും. സോ മനസ്സിലാക്കുക, എയും ബിയും ഉണ്ട്. പി ബി ഗ്രേറ്റർ ദാൻ പി എ. അപ്പോൾ പി ബി ആയിരിക്കണം വലുത്, എ ചെറുതാണ്. അപ്പോൾ ഈ 2 പോയിന്റ്സ് ആണ് വരിക. ക്ലിയർ ആണല്ലോ. എയും ബിയും നമ്മൾ മാർക്ക് ചെയ്തു. എന്താ ചോദ്യം, പി എ 8 സെന്റിമീറ്റർ ആണ്. പി എ എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ ആണ്. എ ബി എന്ന് പറയുന്നത് 7 സെന്റിമീറ്റർ ആണ്. എ ബി എന്ന് പറയുന്നത് 7 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ റേഡിയസ് ആണ് ചോദിക്കുന്നത്. ഇതിന് ഒരുപാട് മെത്തേഡിൽ ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ പോയിന്റിനെ ഇവിടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട്, ഇതാണല്ലോ സെന്റർ, ഇവിടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ
എന്താ കോഡിന്റെ തിയറം വെച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് എന്താണ് സീക്കൻഡ് തിയറം വെച്ചിട്ട് ചെയ്യാം. ദിസ് വൺ ഇൻറ്റു ദിസ് വൺ ഇസ് ഈക്വൽ ടു ദിസ് വൺ ഇൻറ്റു ദിസ് വൺ. ഈ തിയറം വെച്ചിട്ട് ചെയ്യാം. അല്ലെങ്കിൽ മനസ്സിലാക്കാം വേറൊരു മെത്തേഡാണ് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, പിയിൽ നിന്ന് ഈ 17 ഞാൻ ഇവിടേക്ക് മാറ്റി തരുന്നുണ്ട്. ഇത് 17 ആണെന്ന് മനസ്സിലാക്കുക. ഇതാണ് 17 എന്ന് പറയുന്ന വാല്യൂ. സോ പിയിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു കോഡിനെ വരയ്ക്കുന്നു. കോഡല്ല, സോറി, ഒരു ടാൻജന്റിനെ വരയ്ക്കുന്നു. ദിസ് ഇസ് വാട്ട് ടാൻജന്റ്. ഇതൊരു ടാൻജന്റ് ആണ് അല്ലേ, ഇതൊരു ടാൻജന്റ് ആണെന്ന് മനസ്സിലാക്കുക. ദിസ് ഈസ് എ ടാൻജന്റ്. ഇതൊരു ടാൻജന്റ് ആണ്. നമ്മൾ എന്ത് എഴുതുന്നു, പി ടി എന്ന് പറയുന്നതാണ് ടാൻജന്റ്. ഇതാണ് ടി എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ, സോ ഇവിടെ നമുക്കറിയാം സർക്കിളിന്റെ സെന്ററിൽ നിന്ന്, സെന്റർ ഒ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഒയിൽ നിന്ന് ടിയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് എന്ത്, റേഡിയസ് എന്ന് പറയുന്നത്. റേഡിയസും ടാൻജന്റും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്, 90 ഡിഗ്രിയാണ്. ഇതും നമുക്കറിയാം. ഓക്കെ ആണല്ലോ. നമുക്ക് എന്ത് ചെയ്യാം, ടാൻജന്റ് സീക്കൻഡ് തിയറം വെച്ചിട്ട് നമുക്ക് ഇത് സോൾവ് ചെയ്യാം. എന്താണ് വരുന്നത്, നമുക്കറിയാം പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി ടി സ്ക്വയർ ആണല്ലോ. അതായത് പി ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ്, പി എ ഇൻറ്റു പി ബി ആണെന്ന് മനസ്സിലാക്കുക. ക്ലിയർ ആണ്. ഓക്കെ, നമുക്ക് എന്താണ്, നമുക്ക് പി ടി സ്ക്വയർ കാണാനായിട്ട് പറ്റും. എന്ത് വരും, പി ടി സ്ക്വയർ എന്ന് പറയുമ്പോൾ പി എ എന്ന് പറയുമ്പോൾ എത്രയാണ്, 8 ആണ്. പി ബി എന്ന് പറയുമ്പോൾ എന്താണ്, പി ബി എന്ന് പറയുമ്പോൾ ഈ രണ്ട് ഡിസ്റ്റൻസും കൂടെ ആഡ് ചെയ്യണം. 7 + 8 എന്ന് പറയുമ്പോൾ 15 വരും. സോ 15 × 8 എന്ന് പറയുമ്പോൾ എത്രയാ, 120 വരും. സോ പി ടി എന്ന് പറയുന്നത് എന്താ, പി ടി എന്ന് പറയുന്നത് √120, √120 ആയിരിക്കും പി ടി വരിക. സോ ദിസ് ഇസ് വാട്ട്, √120. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ, റേഡിയസ് ആണല്ലോ. നമുക്കറിയാം ഇവിടെ പി ടി ഒ എന്ന് പറയുന്നത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. കാരണം 90 ഡിഗ്രി വന്നിട്ടുണ്ട്. അതിൻ്റെ ഈ സൈഡ് എന്ന് പറയുന്നത് √120, ഈ സൈഡ് എന്ന് പറയുന്നത് എത്രയാണ്, 17 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എത്രയാണ്, നമുക്കറിയാം ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാണ്, 17ന്റെ സ്ക്വയർ 289 മൈനസ് എന്ത് വരും, 120. √120ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാണ്, 120 തന്നെയാണ്. സോ 289 മൈനസ് 120 എന്ന് പറയുമ്പോൾ എത്ര വരും, 169. 169ന്റെ റൂട്ട് എന്ന് പറയുമ്പോൾ 13 വരും. സോ 13 ഈസ് വാട്ട്, ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. ക്ലിയർ ആണല്ലോ. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഒരു നെക്സ്റ്റ് ലെവൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ സീക്കൻഡിന് ഇവിടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് സീക്കൻഡ് തിയറം വെച്ചിട്ടും ചെയ്യാം. ഞാനിവിടെ ടാൻജന്റിന് വരച്ചിട്ട് ടാൻജന്റ് സീക്കൻഡ് തിയറം വെച്ചിട്ട് സോൾവ് ചെയ്തു. ഓക്കെ, സോ ഇത് ഓർത്ത് വെക്കുക. ഈ ടൈപ്പ് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണല്ലോ. സോ ദ നെക്സ്റ്റ് വൺ, NTPCയുടെ ഗ്രാജുവേറ്റ് ലെവലിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മളെല്ലാ ക്വസ്റ്റ്യൻസും NTPCയുടെ ഗ്രാജുവേറ്റും അണ്ടർ ഗ്രാജുവേറ്റും ആണ് ചെയ്യുന്നത്. എടാ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസും അപ്രോച്ചുകളും പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ലൈക്ക് ചെയ്യണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പറ്റുവാണെങ്കിൽ കമൻറ്റും കൂടെ ഇടുക. നമുക്ക് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ. ABCD is quadrilateral in which AB parallel to DC. E and F are the midpoints of diagonal AC and BD. AB is given, BC is given, DC is given, AD is given. What is the length of EF? ഇതിന് ഇത്രയധികം മെഷർമെന്റുകൾ തരേണ്ട ആവശ്യമില്ല. നമുക്ക് മനസ്സിലാക്കാം, എ ബിയും ഡി സിയും പാരലൽ ആയിട്ടുള്ള ഒരു ക്വാഡ്രിലാറ്ററൽ ആണ്. രണ്ട് സൈഡുകൾ പാരലൽ ആണെങ്കിൽ അതെന്താ, ട്രപ്പീസിയം ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ട്രപ്പീസിയം വരയ്ക്കാം. സോ ദിസ് ഇസ് ട്രപ്പീസിയം. ഇതാണ് ട്രപ്പീസിയം എന്ന് പറയുന്നത്. നമുക്കറിയാം ABCD എന്ന് പറയുന്ന ട്രപ്പീസിയം. അതിലെ എ ബിയും സി ഡിയും എന്താണ്, പാരലൽ ആണ്. ABCD എന്ന് പറയുന്ന ട്രപ്പീസിയം, AB അതുപോലെ തന്നെ CD, ABCD എന്ന് പറയുന്ന ട്രപ്പീസിയം. ഇതിലെ ഈ രണ്ട് ലൈൻസ് എന്താണ്, പാരലൽ ആണ്. E and F are the midpoints of diagonals. ഡയഗണലുകൾ ഉണ്ട്, അതിന്റെ മിഡ് പോയിന്റ്സ് ഉണ്ട്. ഡയഗണലുകളാണ്. BD എന്ന് പറയുന്നത് എന്താണ്, ഡയഗണൽ ആണ്. AC എന്ന് പറഞ്ഞാലും എന്താണ്, ഡയഗണൽ ആണ്. ഈ ഡയഗണലിന്റെ മിഡ് പോയിന്റ് ആണ് ഇയും എഫും. ഏതിന്റെ ഒക്കെ, ACയുടെ മിഡ് പോയിന്റ് ആണ്. ACയുടെ മിഡ് പോയിന്റ് ആണ് ഇ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ BDയുടെ മിഡ് പോയിന്റ് ആണെന്ന് പറയുന്നത് എഫ് എന്ന് പറയുന്നത്. കണ്ടുപിടിക്കേണ്ടത് എന്താ, EFന്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. EFന്റെ ലെങ്ത് കണ്ടുപിടിക്കണം. ഇവിടെ എന്തൊക്കെ അളവുകൾ തന്നിട്ടുണ്ട്, എല്ലാ ഒരുവിധം മെഷർമെന്റ്സും തന്നിട്ടുണ്ട്. AB എന്ന് പറയുന്നത് 14 ആണ്. AB എന്ന് പറയുന്നത് 14 ആണ്. BC എന്ന് പറയുമ്പോൾ 73, BC 73. DC എന്ന് പറയുമ്പോൾ 90 ആണ്. വരച്ചപ്പോൾ ഈ ലൈൻ 90 ഉള്ളത് ചെറുതായി, 14 ഉള്ളത് വലുതായിട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ആ ഒരു ലോജിക്ക് കിട്ടിയാൽ മതി. AD എന്ന് പറയുന്നത് 22 ആണ്. AD is what, 22. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് EF? EFന്റെ ലെങ്ത് കാണാൻ ശ്രദ്ധിക്കണേ. EF എന്ന് പറയുന്ന രണ്ട് ഡയഗണലുകളെ ശ്രദ്ധിച്ചോ, രണ്ട് ഡയഗണലിന്റെ മിഡ് പോയിന്റിന്റെ ലെങ്ത് കാണാൻ ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് മനസ്സിലാക്കി വെക്കുക. എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ABയും അതുപോലെ തന്നെ DCയും, ABയും DCയും തമ്മിലുള്ള ഡിഫറൻസിന്റെ പകുതിയായിരിക്കും. ഡിഫറൻസ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഒരു സിമിലാരിറ്റിയുടെ സൈൻ ഇട്ടത്. ഇതിന്റെ ഡിഫറൻസിന്റെ പകുതിയായിരിക്കും എന്തെന്ന് പറയുന്നത്,
ഇ എഫ് എന്ന് പറയുന്ന മിഡ് പോയിന്റിന്റെ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ ഉള്ള ലൈനിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. എ ബി മൈനസ് ഡി സി. എ ബി എന്ന് പറയുമ്പോൾ എന്താണ്? പാരലൽ ആയിട്ടുള്ള സൈഡുകളാണ്. പാരലൽ ആയിട്ടുള്ള സൈഡിന്റെ ഡിഫറൻസ് 90 മൈനസ് 14 എത്രയാ? 90 മൈനസ് 14 ഡിവൈഡഡ് ബൈ 2. 76ന്റെ പകുതി എന്ന് പറയുമ്പോൾ എത്രയാണ്? 38 ഡിഗ്രി വരും. 38 സെന്റിമീറ്റർ വരും. സോ ദാറ്റ് ഈസ് വാട്ട് ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. മനസ്സിലാക്കി വെക്കണം, ട്രപ്പീസിയത്തിന്റെ ഡയഗണലുകളുടെ പകുതി അല്ലെങ്കിൽ മിഡ് പോയിന്റുകളെ തമ്മിൽ കണക്ട് ചെയ്യുമ്പോഴുള്ള ലൈനിന്റെ ലെങ്ത് കാണാൻ പാരലൽ സൈഡുകളുടെ ഡിഫറൻസിന്റെ പകുതി. ട്രപ്പീസിയത്തിന് എന്തായാലും ഒരു പെയർ ഓഫ് പാരലൽ ലൈൻസ് ഉണ്ടായിരിക്കും, അതിന്റെ ഡിഫറൻസ് എടുക്കുക, പകുതി എടുക്കുക. ദാറ്റ് ഈസ് ദ ആൻസർ, നോട്ട് ദിസ് വൺ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോൾവ് ദിസ് വൺ. ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയേ. ഇൻ ട്രയാങ്കിൾ എ ബി സി. എടാ മക്കളെ, നിങ്ങളൊരു കാര്യം അറിഞ്ഞില്ലേ? നമ്മുടെ എൻ ടി ബി സിയുടെ ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷൻ ആണ് ഇതിന് വരാൻ പോകുന്നത്. ഏകദേശം അപ്ലൈ ചെയ്തിരിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഗ്രാജുവേറ്റ് ലെവലിന് അപ്ലൈ ചെയ്തിരിക്കുന്നത് ഏകദേശം 58 ലക്ഷം പേരാണ്. ആകെ വേക്കൻസി 5800 വേക്കൻസി. മനസ്സിലായോ? അതായത് ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷനാണ് വരാൻ പോണേ. അണ്ടർ ഗ്രാജുവേറ്റിനാണെന്നുണ്ടെങ്കിൽ ആകെ 3000 സംതിങ് ആണ് വേക്കൻസി. അപ്ലൈ ചെയ്തിരിക്കുന്നത് 6. നിങ്ങൾ ആലോചിക്കണം, മൊത്തം മത്സരിക്കുന്നത് ഏകദേശം 1 കോടിയിലധികം ആൾക്കാർ ഈ എക്സാം എഴുതുന്നുണ്ട്. പക്ഷെ രണ്ടിലും അപ്ലൈ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. എന്നാലും പറയാണ്, വളരെ ടൈറ്റ് കോമ്പറ്റീഷനാണ്. അപ്പോൾ എല്ലാവരും പഠിക്കുന്ന പോലെയോ എല്ലാവരും ചെയ്യുന്ന ക്വസ്റ്റ്യൻസോ മാത്രം ചെയ്താൽ നമുക്ക് ഒരിക്കലും സെലക്ഷൻ കിട്ടില്ല. എന്തായാലും CBT 1 ഒരു 75% മുകളിൽ റോ സ്കോർ വരണം. CBT 1 75% മുകളിൽ റോ സ്കോർ വരണം. ഷുവറാണ്, എത്ര ടൈറ്റ് ആണെങ്കിലും അത്രയും റോ സ്കോർ ഉണ്ടായിരിക്കണം നമുക്ക്. നോർമലൈസേഷനിൽ മാർക്ക് 2 or 3 കൂടിയാൽ കൂടി, അത്രേ ഉള്ളൂ. അപ്പൊ മനസ്സിലാക്കുക, നല്ല പോലെ ഇന്റൻസീവ് ആയിട്ട് വർക്കൗട്ട് ചെയ്യണം. കുറച്ച് ക്വാളിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റണം. കാരണം ആ ക്വാളിറ്റി ക്വസ്റ്റ്യനാണ് റാങ്ക് തീരുമാനിക്കുന്നത്. അധികം പേരൊന്നും ആ ക്വാളിറ്റി ക്വസ്റ്റ്യൻ ചെയ്യില്ല. പക്ഷെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? എല്ലാവരും ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യണം. അതിനപ്പുറത്തേക്ക് അധികം ആർക്കും ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യണം. ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ. ട്രയാങ്കിൾ എ ബി സി ഉണ്ട്. എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ ആണ്. ദിസ് വൺ ഈസ് എ ബി സി. സോ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ. എ എടുത്തു, ബി എടുത്തു, സി എടുത്തു അല്ലെ. ബി ഡി പെർപെൻഡിക്കുലർ ടു എ സി. ബി ഡി പെർപെൻഡിക്കുലർ ടു എ സി. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള പോലെ ഒരു ട്രയാങ്കിളിനെ ആക്കി മാറ്റാനായിട്ട് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, മനസ്സിലാക്കുക. ഇതെന്തെടുത്തു? ഇതിനെ എ എടുത്തു, ഇതിനെ ബി എടുത്തു, ഇതിനെ സി എടുത്തു. ഒരു പ്രശ്നമില്ല. ബി ഡി പെർപെൻഡിക്കുലർ ടു എ സി. ബി ഡി എന്ന് പറയുന്നത് എ സിക്ക് പെർപെൻഡിക്കുലർ ആണ്. ബി ഡി എന്ന് പറയുന്നത് എ സിക്ക് പെർപെൻഡിക്കുലർ ആണ്. സോ ഇത് ബി ഡി ആണെങ്കിൽ എ സിക്ക് പെർപെൻഡിക്കുലർ ആണ്. ഡി ബി സി 16 ആണ്. ഡി ബി സി എന്ന് പറയുന്നത് എത്രയാണ്? 16 ഡിഗ്രിയാണ് ഈ ആംഗിൾ. ഇ ഇസ് എ പോയിന്റ് ഓൺ ബി സി. ബി സിയിലുള്ള പോയിന്റ് ആണ് ഇ എന്ന് പറയുന്നത്. സോ ഈ പോയിന്റിനെ ഞാൻ ഇ എന്ന് എടുത്തു. സി എ ഇ 51 ആണ്. സി എ ഇ എന്ന് പറയുന്നത് 51 ഡിഗ്രിയാണ്. 51 ഡിഗ്രിയാണ് ഈ ആംഗിൾ എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് വാട്ട് 51 ഡിഗ്രി. വാട്ട് ഈസ് മെഷർ ഓഫ് എ ഇ ബി? എ ഇ ബി എന്ന് പറയുന്ന ആംഗിൾ ആണ് ചോദിക്കുന്നത്. സോ ദിസ് ഇസ് ആംഗിൾ വി നീഡ് ടു ഫൈൻഡ്. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. സിമ്പിൾ ആണല്ലോ. സോ ശ്രദ്ധിച്ചോ, മനസ്സിലാക്കി വെക്കണം. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഒക്കെ ഉണ്ട് അല്ലേ? ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഇവിടെ വേറൊരു ട്രയാങ്കിൾ ഉണ്ട്, ഈ ട്രയാങ്കിൾ ഉണ്ട്. ഓക്കെ അല്ലേ? ഈ ട്രയാങ്കിൾ ഉണ്ട്. ഇത് ഈ ട്രയാങ്കിളിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ ആണ് അല്ലേ? ഞാൻ വരച്ചിരിക്കുന്ന എ ഇ സി എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിലെ ഇ സി എന്ന ഭാഗം എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഇവിടെയുള്ള എക്സ്റ്റീരിയർ ആംഗിൾ ആണ് ഇത്. എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുമ്പോൾ സം ഓഫ് ഓപ്പോസിറ്റ് ഇന്റീരിയർ ആംഗിൾസ്. അതായത് ഈ ആംഗിളും കൂടി കൂട്ടിയാലാണ് ഈ ആംഗിൾ കിട്ടുക. ഓക്കെ അല്ലേ? മനസ്സിലാക്കിക്കോ. ഇത് 51 ആണെങ്കിൽ മനസ്സിലാക്കുക, ഇതെന്ന് പറയുന്നത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഇത് 16, ഇത് 90 അല്ലേ? 90ഉം 16ഉം ആണെങ്കിൽ മനസ്സിലാക്കണം, ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? 74 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താ? 74. ഈ 74ഉം 16ഉം കൂടി കൂട്ടിയാലാണ് 90 കിട്ടുള്ളൂ. 90 + 90 180. ഓക്കെ അല്ലേ? സോ സിമ്പിളായിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്തി. ഈ ആംഗിൾ എന്താ? ഈ ആംഗിൾ എന്ന് പറയുന്നത് 51 + 74 ആണ് ഈ ആംഗിൾ എന്ന് പറയുന്നത്. സോ എക്സ്റ്റീരിയർ ആംഗിൾ ഇസ് ഈക്വൽ ടു സം ഓഫ് ഓപ്പോസിറ്റ് ഇന്റീരിയർ ആംഗിൾസ്. 51 + 74 ഇസ് ദ റൈറ്റ് ആൻസർ. 50ഉം 70ഉം 120, 125 ഡിഗ്രി ആയിരിക്കും. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ഇസ് എ ബ്യൂട്ടിഫുൾ റൈറ്റ് ആൻസർ. സിമ്പിൾ ആണ്. ഇനി എക്സ്റ്റീരിയർ ആംഗിളിന്റെ ആ ഒരു ഇക്വേഷൻ ഓർമ്മയിലേക്ക് വരുന്നില്ലെങ്കിൽ 51ഉം 74ഉം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ഇതൊരു ട്രയാങ്കിൾ അല്ലേ? ഈ ആംഗിൾ എത്രയായിരിക്കും? 51, 74 ഉണ്ടെങ്കിൽ ഇത് എത്രയായിരിക്കും? 55 ഡിഗ്രി ആയിരിക്കും അല്ലേ? സോ 55 ആണ് ഈ ഡിഗ്രി എങ്കിൽ ഇത് മൊത്തം എത്രയായിരിക്കും? 180 ആവണം. 180 ആവണമെങ്കിൽ ഇത് എത്രയായിരിക്കണം? 125 ആയിരിക്കണം. ക്ലിയർ അല്ലേ? സോ അങ്ങനെ നമുക്ക് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല.
മനസ്സിലാക്കി വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടൈപ്പും ചോദിക്കാറുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ. സോ സോൾവ് ദിസ് വൺ. ഞാൻ പറഞ്ഞില്ലേ പോളിഗൺ റെയിൽവേയുടെ ഫേവറേറ്റ് ടോപ്പിക്കാണ്. അത് വിട്ടിട്ടുള്ള കളിയില്ല എക്സാമിനർക്ക്, മനസ്സിലാക്കിക്കോ. ഇന്റീരിയർ ആംഗിൾ ബിറ്റ്വീൻ ടു അഡ്ജസൻറ്റ് സൈഡ്സ് ഓഫ് റെഗുലർ എൻ സൈഡർ പോളിഗൺ. ഒരു എൻ സൈഡുള്ള ഒരു പോളിഗൺ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, എൻ സൈഡോ എത്ര വേണമെങ്കിലും സൈഡ് ആയിക്കോട്ടെ, ഇതിന്റെ സൈഡുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, പ്രശ്നമില്ല. നമുക്കെന്താണ് ഇന്റീരിയർ ആംഗിൾ ബിറ്റ്വീൻ ടു അഡ്ജസൻറ്റ് സൈഡ്സ്, രണ്ട് അഡ്ജസൻ്റ് ആയിട്ടുള്ള സൈഡുകളുടെ ഇന്റീരിയർ ആംഗിൾ. ഫോർ എക്സാമ്പിൾ ഇതാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിക്കുക, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഡയറക്റ്റ് ഇക്വേഷൻ ഒക്കെ ഉണ്ട്. എന്താണ് n-2 × 180 എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. പക്ഷെ ഇവിടെ എന്താണ്, ഇവിടെ ഈ ഫോർമാറ്റിൽ തന്നിരിക്കുന്നത്. ഞാൻ വേറൊരു അപ്രോച്ചാണ് പറയുന്നത്. ഇത് ഇന്റീരിയർ ആംഗിൾ ആണ്. ഈ സൈഡിന് എക്സ്റ്റെൻഡ് ചെയ്താൽ ഇതെന്ത് കിട്ടി, ഇവിടെ എക്സ്റ്റീരിയർ ആംഗിളും കിട്ടി, എക്സ്റ്റീരിയർ ആംഗിൾ കിട്ടി. ഈ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാ? ഈ എക്സ്റ്റീരിയർ ആംഗിൾ നമുക്കറിയാം. എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്ന ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാ? 360 / n ആയിരിക്കും അല്ലേ? 360 / നമ്പർ ഓഫ് സൈഡ് ചെയ്താൽ ഒരു എക്സ്റ്റീരിയർ ആംഗിൾ കിട്ടും. ക്ലിയർ ആണ്? അപ്പോൾ ഇതെത്രയാ? ഇന്റീരിയർ ആംഗിൾ. ഈ ഇന്റീരിയർ ആംഗിൾ അല്ല ചോദിക്കുന്നത്. ഇന്റീരിയർ ആംഗിൾ എന്തായിരിക്കും? എടാ മനസ്സിലാക്കുക, ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എത്രയാ? ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരും? ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരുന്നത്? നമുക്കറിയാം 180 വരണം. അപ്പോൾ ഐ എന്ന് പറയുന്ന ആംഗിൾ എന്തായിരിക്കും? ഐ എന്ന് പറയുന്ന ഇന്റീരിയർ ആംഗിൾ എന്തായിരിക്കും? 180 മൈനസ് എന്തായിരിക്കും? എക്സ്റ്റീരിയർ ആംഗിൾ എത്ര? ഇവിടെ 360 / n. സോ ദിസ് ഈസ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ഇസ് റൈറ്റ് ആൻസർ. വളരെ സിമ്പിൾ. എന്താടാ, ഒരു ലൈനുമ്മയുള്ള ആംഗിൾ 180 ഡിഗ്രിയാ. സ്ട്രൈറ്റ് ആംഗിൾ, ലൈൻ ആംഗിൾ, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. രേഖാകോണം എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അതന്നെ സെയിം പരിപാടി കേട്ടോ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മനസ്സിലാക്കണം. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നല്ല 1-2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. സോ ഇവിടെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നല്ലോ മക്കളെ. ഓക്കെ. സോ യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. പോളിഗൺ ആണ് ഇവരുടെ ഫേവറേറ്റ് ടോപ്പിക് കേട്ടോ. ഫേവറേറ്റ് ടോപ്പിക്കാണ് പോളിഗൺ. പോളിഗൺ വെച്ചിട്ടുള്ള കളി മൊത്തം. സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ് ഓഫ് റെഗുലർ പോളിഗൺ ഇസ് ഈക്വൽ ടു 4 times സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾ. ദെൻ വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ഡയഗണൽസ് ഇൻ ദ പോളിഗൺ? ഇതാണ് ചോദിക്കുന്നത്. സി ഇവിടെ വരുന്ന എന്താ? സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ് ഓഫ് റെഗുലർ പോളിഗൺ ഇസ് ഈക്വൽ ടു 4 times സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾസ്. എക്സ്റ്റീരിയർ ആംഗിളിന്റെ സം എന്ന് പറയുന്നത് എന്താ? എപ്പോഴും 360 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ഇന്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് ഇന്റീരിയർ ആംഗിളും ഉണ്ട്, എക്സ്റ്റീരിയർ ആംഗിളും ഉണ്ട്. എക്സ്റ്റീരിയർ ആംഗിൾ എത്രയാണ്? 360 ആണ്. നമുക്കറിയാം. എന്താ ഇവിടെ പറയുന്നത്? സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ് ഓഫ് പോളിഗൺ ഇസ് ഈക്വൽ ടു 4 times ഓഫ് സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾ. അതായത് ഇന്റീരിയർ ആംഗിളിന്റെ 4 യൂണിറ്റ് ആണെങ്കിൽ എക്സ്റ്റീരിയർ ആംഗിളിന്റെ 1 യൂണിറ്റ് ആയിരിക്കും. ഓക്കെ അല്ലേ? അതായത് എക്സ്റ്റീരിയർ ആംഗിളിന്റെ സം എന്ന് പറയുന്നത് സം ആണ് കേട്ടോ, സം ആണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, എക്സ്റ്റീരിയർ ആംഗിളിന്റെ സം എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണെന്ന് അറിയാം. അതായത് 1 യൂണിറ്റ് എന്ന് പറയുമ്പോൾ 360 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ 4 യൂണിറ്റ് എന്ന് പറയുമ്പോൾ 4 × 360 ഇതാണെന്ന് പറയുന്നത് എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് അല്ലെ? 4 യൂണിറ്റ് ആണ്. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ഡയഗണൽസ് ഓഫ് എ പോളിഗൺ? നമുക്കറിയാം സം ഓഫ് ഇന്റീരിയർ ആംഗിൾ എന്ന് പറയുമ്പോൾ എന്താ? n-2 × 180 ആണ് അല്ലെ? n-2 × 180 ആണ്. സം ഓഫ് ഇന്റീരിയർ ആംഗിൾ എന്ന് പറയുമ്പോൾ n-2 × 180 ആണ്. ഈ സം എന്ന് പറയുന്നത് എന്താണ്? എക്സ്റ്റീരിയർ ആംഗിളിന്റെ സമ്മിനേക്കാൾ 4 ഇരട്ടിയാണ്. × 4 ആണ്. അതായത് 360 ആണ് 1 യൂണിറ്റ് എങ്കിൽ × 4 4 times ആണ് ഇന്റീരിയർ ആംഗിളിന്റെ സമ്മ്. 180ഉം 360ഉം വെട്ടിപ്പോയി. എത്ര തവണ? 2 തവണ. n-2 എന്ന് പറയുന്നത് എത്രയാണ്? n-2 എന്ന് പറയുമ്പോൾ 8 ആണെങ്കിൽ n എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ്. n എന്ന് പറയുന്നത് 10 ആണ്. നമ്പർ ഓഫ് സൈഡ് എന്ന് പറയുന്നത് 10 സൈഡാണ്. ക്ലിയർ അല്ലേ? സോ n 10 ആണെങ്കിൽ നമ്പർ ഓഫ് ഡയഗണൽസ് കാണാൻ എന്താ? നമ്പർ ഓഫ് ഡയഗണൽ എന്ന് പറയുമ്പോൾ എന്ത് വരും? n × n-3 / 2 ആണെന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡയഗണൽസ്. n × n-3 / 2 എന്ന് പറയുമ്പോൾ എന്താണ്? n എന്ന് പറയുമ്പോൾ 10 ആണല്ലോ. 10 × 10 - 3 7 / 2 ക്യാൻസൽ ചെയ്തു. 10ൽ 5 തവണ 7 × 5 35. വളരെ സിമ്പിൾ, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മനസ്സിലാക്കണം. ഇത് വെച്ചിട്ടാണ് പരിപാടികൾ മൊത്തം വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സോ ദ നെക്സ്റ്റ് വൺ ഈസ് ദിസ് ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോൾവ് ദിസ് വൺ. ഇത് നിങ്ങൾ വിചാരിക്കുന്ന ഒരു ടൈപ്പിലേ അല്ല ചെയ്യുക. ഞാൻ ഇപ്പോഴേ പറയാം. ഈ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. നമ്മളെപ്പോഴും നോർമലി ചെയ്യുന്ന ഒരു മെത്തേഡ് അല്ല ഈ ക്വസ്റ്റ്യൻ വേണ്ടത്. ഇൻ എ സർക്കിൾ 2 കോഡ്, 2 കോഡുകളുണ്ട്, എ ബിയും സി ഡിയും. നല്ല കാര്യം അല്ലേ? മെഷറിംഗ് 14 cm ആൻഡ് 6 cm റെസ്പെക്റ്റീവ്ലി. ഒരെണ്ണം 14ഉം ഒരെണ്ണം 6ഉം. പാരലൽ ടു ഈച്ച് അതർ
ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ സെൻറ്റർ. ഓക്കെ, നമ്മളിങ്ങനെ വെറൈറ്റി ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും. മനസ്സിലാക്കുക, ഇതാണ് സർക്കിൾ, ഇതാണ് സർക്കിൾ. ഓക്കെ, ഈ സർക്കിളിൻ്റെ സെൻറ്ററാണ് O എന്ന് പറയുന്നത്. സെൻറ്റർ ഈസ് O. രണ്ട് കോഡുകളുണ്ട്, ഒരേ സൈഡിലാണ് രണ്ട് കോഡുകൾ. നമ്മൾ എന്ത് ചെയ്യും? നേരെ പോയിട്ട് ഇങ്ങനെ രണ്ട് കോഡ് വരയ്ക്കും. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. രണ്ട് കോഡുകൾ വരയ്ക്കും, AB-യും CD-യും അല്ലേ. AB എന്ന് പറയുന്ന കോഡും അതുപോലെ തന്നെ CD എന്ന് പറയുന്ന രണ്ട് കോഡുകൾ വരയ്ക്കും. മെഷറിംഗ് 14-ഉം 16 സെൻറ്റിമീറ്ററുമാണ്. സോ ഇതെന്ന് പറയുന്നത് 14 സെൻറ്റിമീറ്ററും ഇതെന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്ററുമാണ്. ഓക്കെ, ഒരേ സൈഡിലാണ്. ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം, ഇവയ്ക്കിടയിലുള്ള ദൂരം എന്ന് പറയുന്നത് എത്രയാണ്? നമുക്കറിയാം 4 സെൻറ്റിമീറ്റർ ആണെന്നൊക്കെ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ഡയാമീറ്റർ ഓഫ് ദ സർക്കിൾ. ഡയാമീറ്റർ ആണ് കാണേണ്ടത്. ഡയാമീറ്റർ എന്താ? ഡയാമീറ്റർ എന്ന് പറയുമ്പോൾ ഈ പച്ച ലൈനാണ് ഡയാമീറ്റർ. എന്താണ്? സർക്കിളിന്റെ സെൻട്രൽ കൂടെ പാസ് ചെയ്യുന്ന ഈ പച്ച ലൈനാണ് ഡയാമീറ്റർ. പച്ച ലൈൻ അല്ലേ? എന്താണ്? ഈ പച്ച ലൈനാണ് ഡയാമീറ്റർ എന്ന് പറയുന്നത്. എടാ, നമുക്കറിയാം ഒരു സർക്കിളിലെ ഏറ്റവും നീളം കൂടിയ കോഡാണ് ഡയാമീറ്റർ. ദ ലോങ്സ്റ്റ് കോഡ് ഇൻ എ സർക്കിൾ ഈസ് ഡയാമീറ്റർ. അതായത് ആ സർക്കിളിൽ വരയ്ക്കാൻ പറ്റുന്ന ഏറ്റവും നീളം കൂടിയ കോഡാണ് ഡയാമീറ്റർ. ഡയാമീറ്ററിനേക്കാൾ വലിയൊരു കോഡിനെ വരയ്ക്കാൻ പറ്റില്ല. കാരണം അതാണ് ലോങ്സ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. സർക്കിളിലെ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ലോങ്സ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡയാമീറ്റർ തന്നെയാണ്. ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ? ലോങ്സ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ലോങ്സ്റ്റ് സ്ട്രെയിറ്റ് ഡിസ്റ്റൻസ് കേട്ടോ, നമുക്കറിയാം. യെസ്, ഒരെണ്ണം ശ്രദ്ധിക്കണേ. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ഒരു കോഡ് 14 ഒരു കോഡ് 6. ശ്രദ്ധിച്ചോ, ഒരു കോഡ് 14, ഒരു ഞാണെന്ന് പറയുന്നത് 14, ഒരെണ്ണം 6. നമുക്കറിയാം എന്തായാലും ഈ 14-നേക്കാൾ വലുതാണ് ഡയാമീറ്റർ, ഈ 6-നേക്കാളും വലുതാണ് ഡയാമീറ്റർ. കാരണം ഡയാമീറ്റർ ആണ് ആ സർക്കിളിലെ ഏറ്റവും നീളം കൂടിയ കോഡ്. 14-നേക്കാൾ വലുതായിരിക്കും എന്തെന്ന് പറയുന്നത് ഡയാമീറ്റർ എന്ന് പറയുന്നത്. 14-നേക്കാൾ വലുതാണ് ഡയാമീറ്റർ. ഓപ്ഷൻസ് നോക്കിക്കോ. ഓപ്ഷൻസ് ആണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. 2√29. എടാ, √29 എന്ന് പറയുമ്പോൾ എന്താ? 2 ഇൻറ്റു നമുക്കറിയാം, അതായത് 2√29 എന്ന് പറയുമ്പോൾ √29 എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്? എന്തായാലും 36-നേക്കാൾ ചെറുതാണ്, 6-നേക്കാൾ ചെറുതാണ് 29. അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ എന്ന് പറയുന്നത് 12-നേക്കാൾ ചെറുതായിരിക്കും. നമുക്കറിയാം ഡയാമീറ്റർ 14-നേക്കാൾ വലുതാ. 14-നേക്കാൾ വലുതായിരിക്കണം ഡയാമീറ്റർ. 14-നേക്കാൾ വലുതാണ് ഡയാമീറ്റർ. ഇവിടെ 12-നേക്കാൾ ചെറുതാണ് ഓപ്ഷൻ എ. ഓപ്ഷൻ എ അല്ല, ഓപ്ഷൻ എലിമിനേഷൻ. ഓക്കെ, അടുത്തതെടുത്തോ. അടുത്തെന്താ വരുന്നത്? √58. എടാ, √58 എന്ന് പറയുന്ന വാല്യൂ തന്നെ എന്താണ്? 64 ആയിരുന്നുവെങ്കിൽ 8 വന്നേനെ. 8-നേക്കാൾ ചെറിയ വാല്യൂ അത്. എടാ, നമുക്കറിയാം ഡയാമീറ്റർ എന്താ? 14-നേക്കാൾ വലുതാ. അപ്പൊ സി കിട്ടിയിട്ട് കാര്യമില്ല. അതല്ല, 8-നേക്കാൾ ചെറിയ വാല്യൂ ആ. അതല്ല എന്തെന്ന് പറയുന്നത് ഡയാമീറ്റർ എന്ന് പറയുന്നത്. അടുത്തെടുത്തോ √29. √29 എന്ന് പറയുമ്പോൾ എന്താ അറിയാം? എടാ, 36 ആണെങ്കിൽ 6 എന്ന് പറയായിരുന്നു. 6-നേക്കാൾ ചെറിയ വാല്യൂ ആണ്. 6 സെന്റിമീറ്ററിനേക്കാൾ ചെറുതാണ്. എടാ, 14-നേക്കാൾ വലുതാവണം, അപ്പോഴാണ് 6-നേക്കാൾ ചെറിയ വാല്യൂ. ഓപ്ഷൻ ഡി അല്ല, ഓപ്ഷൻ ബി ആയിരിക്കും. 3 അല്ലെങ്കിൽ 4-മത്തെ ആയിരിക്കും. നോക്കാം. 2√52 നോക്കിക്കോ. 2√58. എടാ, നമുക്കറിയാം √58 എന്ന് പറഞ്ഞാൽ, ശ്രദ്ധിക്കണേ, √58 എന്ന് പറഞ്ഞാൽ എന്തായാലും നമുക്കറിയാം 7-നേക്കാൾ വലുതാണ്. അല്ലെങ്കിൽ 7-നും 8-നും ഇടയിലാണ് വാല്യൂ. ഓക്കെ അല്ലേ? 7-നേക്കാൾ വലുതാണെന്ന് അറിയാം. 7-നേക്കാൾ വലിയ വാല്യൂ ആണ് √58. അതിൻ്റെ കൂടെ 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? എന്തായാലും 14-നേക്കാൾ വലിയ വാല്യൂ കിട്ടി. നമുക്ക് വേണ്ട ഡയാമീറ്ററും എന്ത് തന്നെയാ? 14-നേക്കാൾ വലിയ വാല്യൂ ആയിരിക്കണം. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ജസ്റ്റ് ഒബ്സർവ് ദ ഓപ്ഷൻസ്. ഓപ്ഷൻസ് ഒബ്സർവ് ചെയ്യുക. ബേസിക് ആയിട്ട് അറിയാവുന്ന പ്രോപ്പർട്ടി. ലോങ്സ്റ്റ് കോഡ് ഇൻ എ സർക്കിൾ ഈസ് ഡയാമീറ്റർ. ഏറ്റവും നീളം കൂടിയ കോഡ് ഡയാമീറ്റർ ആയിരിക്കും. ആ സർക്കിളിൽ ബാക്കി തന്നിരിക്കുന്ന എല്ലാ കോഡുകളെക്കാളും വലുതായിരിക്കണം ഡയാമീറ്റർ. 14ഉം 6ഉമാണ് കോഡുകൾ. ആ 14-നേക്കാൾ വലിയ ഏത് ഓപ്ഷൻ ആണ് ഉള്ളത്? ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. ദാറ്റ്സ് ഓൾ. ക്ലിയർ ആണല്ലോ? ഈ ഒരു അപ്രോച്ച് നമ്മുടെ മൈൻഡിൽ വെക്കണം. എപ്പോഴും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നല്ല, പക്ഷെ ചില ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മൾ ഈ സർക്കിൾ വരച്ച് 2 പാരലൽ കോഡൊക്കെ വരച്ച് അവിടെ പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് ഒക്കെ എടുത്ത് വരുമ്പോഴേക്കും നേരം വെളുക്കാം. അങ്ങനെ നേരം വെളുപ്പിച്ചുകൊണ്ട് കാര്യമില്ല. ജസ്റ്റ് ഒബ്സർവ് ദ ഓപ്ഷൻസ് ഇനീഷ്യലി. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് യെസ്, ഈ ക്വസ്റ്റ്യനോട് നോക്കി നോക്കിയാൽ എന്താ കാര്യം? എടാ, ഞാൻ പറഞ്ഞില്ലേ, എടാ ഏറ്റവും കൂടുതൽ നല്ല ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത് പോളിഗണിൽ നിന്നാണ്. പോളിഗൺ പഠിച്ചു പൊക്കോ മക്കളെ. പോളിഗണിന്റെ ഇന്റീരിയർ ആംഗിളിന്റെ സമ്മ്, എക്സ്റ്റീരിയർ ആംഗിളിന്റെ സമ്മ്, ഇന്റീരിയർ ആംഗിളും എക്സ്റ്റീരിയർ ആംഗിളും ഒരു വെർട്ടെക്സിലെ കൂട്ടിക്കഴിഞ്ഞാൽ 150 ആണ്. ഡയഗണലിന്റെ ഇതെല്ലാം പഠിച്ചു പോകണം. നമ്മൾ ഇതിന്റെ എല്ലാത്തിൻ്റെയും റെഗുലർ ആയിട്ടുള്ള ഇതൊക്കെ എങ്ങനെ വന്നു എന്നുള്ള വീഡിയോസ് ഒക്കെ പതുക്കെ ചെയ്യും. സമയത്തിന്റെ ഒരു പരിമിതി മൂലം നിങ്ങൾക്കറിയാലോ.
സമയത്തിന്റെ ഒരു പരിമിതി മൂലമാണ് നമുക്ക് എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള മണിക്കൂറുകൾ നീണ്ടിട്ടുള്ള സെഷൻസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റാത്തത്. നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾക്ക് ഏത് ടൈപ്പ് വീഡിയോസ് ആണ് വേണ്ടത് എന്നുള്ളത് കൂടെ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോസിന്റെ ഏത് ടോപ്പിക്കുകളാണ് ഇനി അപ്കമിങ് ആയിട്ട് വേണ്ടത് എന്നുള്ളത് കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം. നിങ്ങൾ മുഴുവനായിട്ട് ഈ വീഡിയോസ് കാണണം കേട്ടോ. നമ്മൾ അത്രയും എഫേർട്ട് എടുത്ത് ചെയ്യുന്ന ക്ലാസ്സുകളും കണ്ടന്റുകളാണ്. കാരണം നിങ്ങൾക്ക് ഉപകാരപ്പെടണം എന്നുള്ള ഒരൊറ്റ തീരുമാനത്തിന്റെ പുറത്താണ് നമ്മൾ ഇത്രയധികം കാര്യങ്ങളും വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. സോ എല്ലാവർക്കും ഉപകാരപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് എന്തുകൊണ്ടാണെങ്കിൽ നിങ്ങൾക്കത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചു, പല വീഡിയോസിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാനും അല്ലെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒക്കെ ചെറിയൊരു മടി ഉണ്ടായിരിക്കാം. പക്ഷെ നല്ല കണ്ടന്റ് ആണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവരും പഠിക്കണം, എല്ലാവരും സർവീസിൽ കയറണം എന്ന് തന്നെയാണ് നമ്മുടെ ഒരു മോട്ടീവ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു വിഷൻ അതാണ്. സോ നോക്കാം, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് വൺ ഇന്റീരിയർ ആംഗിൾ ഓഫ് റെഗുലർ പോളിഗൺ, ഒരു പോളിഗണിന്റെ ഇന്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ എക്സ്റ്റീരിയർ ആംഗിൾ ബൈ 144, അതായത് ഇന്റീരിയർ ആംഗിൾ വലുതാണ് ഐ എന്ന് പറയുന്നത് എക്സ്റ്റീരിയർ ആംഗിളിനേക്കാൾ എത്രയാണ് കൂടുതൽ? അവ തമ്മിലുള്ള ഡിഫറൻസ് 144 ഹൗ മെനി സൈഡ്സ് ഡസ് ദ പോളിഗൺ ഹാവ്? നമുക്കറിയില്ല, സൈഡ് കണ്ടുപിടിക്കാൻ ഒറ്റ ചോദ്യം. 1 സെക്കൻഡ്, നമുക്ക് എന്ത് ചെയ്യാം? ഇതാണ് പോളിഗൺ എന്ന് വിചാരിച്ചോ, പ്രശ്നമൊന്നുമില്ല. പോളിഗൺ ഇത് ക്ലോസ് ചെയ്തിട്ടില്ല എന്നുള്ളൂ, എത്ര വേണമെങ്കിലും സൈഡ് ആയിക്കോട്ടെ. ഇതിന്റെ ഇന്റീരിയർ ആംഗിൾ ആണ് ഇതെന്ന് പറയുന്നത്, എക്സ്റ്റീരിയർ ആംഗിൾ ആണ് ഇതെന്ന് പറയുന്നത്. ഇന്റീരിയറും എക്സ്റ്റീരിയറും കൂടി കൂട്ടിയാൽ എത്രയാണ്? I പ്ലസ് ഇ എന്ന് പറയുന്നത് എത്ര? I പ്ലസ് ഇ എന്ന് പറയുന്നത് എത്രയാണ്? 180 നമുക്കറിയാം, നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് പല പ്രോബ്ലംസിലും. അപ്പോൾ I പ്ലസ് ഇ ഇന്റീരിയർ ആംഗിൾ പ്ലസ് എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുമ്പോൾ 180 ഡിഗ്രി ആണെങ്കിൽ ഉറപ്പിച്ചോ എന്താ കാണണ്ടേ? ഹൗ മെനി സൈഡ്സ് ഡസ് ദ പോളിഗൺ ഹാവ്? നമുക്ക് ഇതിലെ ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്ത് ഇന്റീരിയർ ആംഗിൾ കാണണോ എക്സ്റ്റീരിയർ ആംഗിൾ കാണണോ? എപ്പോഴും ഇന്റീരിയർ ആംഗിളിൽ ഫോക്കസ് ചെയ്യാതെ എക്സ്റ്റീരിയർ ആംഗിളിൽ ഫോക്കസ് ചെയ്യണം. ബിക്കോസ് ഒരു എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സൈഡ് ആണ്. ഇതാണ് ഈച്ച് എക്സ്റ്റീരിയർ ആംഗിൾ. കാരണം എക്സ്റ്റീരിയർ ആംഗിളിന്റെ സം എന്ന് പറയുന്നത് അത് എത്ര സൈഡുള്ള പോളിഗൺ വേണമെങ്കിലും ആയിക്കോട്ടെ, എക്സ്റ്റീരിയർ ആംഗിളിന്റെ സം എന്ന് പറയുന്നത് എല്ലാ എക്സ്റ്റീരിയർ ആംഗിളും കൂടി കൂട്ടിയാൽ 360 ഡിഗ്രിയാണ്. ആ സമ്മിന് എത്ര എക്സ്റ്റീരിയർ ആംഗിൾ ഉണ്ട്? n നമ്പർ ഓഫ് സൈഡ്സ് ഉണ്ടെങ്കിൽ n നമ്പർ ഓഫ് ഇന്റീരിയർ ആംഗിൾസ് ആയിരിക്കും, n നമ്പർ ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾസ് ആയിരിക്കും. ആ n കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു എക്സ്റ്റീരിയർ ആംഗിൾ കിട്ടും. ഗോട്ട് ഇറ്റ്? ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് n കണ്ടുപിടിക്കാനാണ് ഏറ്റവും എളുപ്പം. എക്സ്റ്റീരിയർ ആംഗിളിന്റെ ഇക്വേഷൻ വെച്ച് n കണ്ടുപിടിക്കാനാണ് ഏറ്റവും എളുപ്പം. എക്സ്റ്റീരിയർ ആംഗിളും ഇന്റീരിയർ ആംഗിളും ഒരു ലൈനിലായതുകൊണ്ട് അതിന്റെ സമ്മ് 180 എടുത്തിട്ട് ചെയ്യുന്ന ആ ഒരു അപ്രോച്ചാണ് ഏറ്റവും പെട്ടെന്ന് ആൻസറിലേക്ക് എത്തിക്കുന്നത്. ഗോട്ട് ഇറ്റ്? സോ നോക്കിക്കോ, ഇവിടെ എന്ത് കണ്ടുപിടിക്കാം? നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസും കൂടെ സബ്ട്രാക്ട് ചെയ്തോ. ഈ രണ്ട് ഇക്വേഷൻസും കൂടെ സബ്ട്രാക്ട് ചെയ്താൽ ഇതിൽ നിന്ന് ഇത് കുറച്ചാൽ മൈനസ് ഇ എന്ന് പറയുന്നത് -2e വരും. -2e എന്ന് പറയുന്നത് 144 - 180 എത്ര വരുടാ? 36 വരും അല്ലെ? 36 വരും. -36 വരും. അതായത് 2e എന്ന് പറയുന്നത് +36, ഇ എന്ന് പറയുന്നത് വരും, ഇ എന്ന് പറയുന്നത് 18 ഡിഗ്രി വരും. 18 ഡിഗ്രിയാണ് ഒരു എക്സ്റ്റീരിയർ ആംഗിൾ. എടാ, ഒരു എക്സ്റ്റീരിയർ ആംഗിൾ 18 ഡിഗ്രി ആണെങ്കിൽ മനസ്സിലാക്കിക്കോ, 18 ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? ഒരു എക്സ്റ്റീരിയർ ആംഗിൾ ആണ്. 360 ഡിവൈഡഡ് ബൈ n ആണ്. n എത്രയാവൂടാ? n എത്രയാണ്? 360നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താലാ 18 കിട്ടുക? 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 180, 20 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 18, അല്ലെങ്കിൽ 18 ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി കേട്ടോ, പ്രശ്നമൊന്നുമില്ല. 20 ആണെന്ന് പറയുന്നത് n എന്ന് പറയുന്നത്. സോ എന്താ ചോദിച്ചിരിക്കുന്നത്? ഹൗ മെനി സൈഡ്സ്? n is the number of sides guys. ഓപ്ഷൻ സി is the right answer. ഒന്നും ചെയ്യാനില്ല. ദിസ് ഈസ് ദ അപ്രോച്ച്. ഇങ്ങനെ വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, ഇതിൻ്റെ ആൻസറിലേക്ക് എത്താനായിട്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ടാസ്ക് ആണ്, ദിസ് ഈസ് ദ ഹോം വർക്ക് ഫോർ യു ഗൈസ്. ഹോംവർക്കാണ് നിങ്ങൾക്കുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇത് ഹോംവർക്കായിട്ട് നിങ്ങൾ ഇതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യണം. പോളിഗൺ വെച്ചിട്ടുള്ള പരിപാടിയാണ് റെയിൽവേക്ക് കൂടുതലും ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് പോളിഗണിലെ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്തതും നല്ല ക്വസ്റ്റ്യൻസ് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയതും പോളിഗണിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇനിയും 1-2 ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് ചെയ്യാനുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം? അത് വീഡിയോന്റെ ലെങ്ത് അധികമായി കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറടിക്കും, നിങ്ങളും പകുതി വെച്ചിട്ട് തന്നെ എഴുന്നേറ്റ് പോകും. അപ്പോൾ എന്ത് ചെയ്യുക? എല്ലാവരും നമ്മുടെ മാക്സ് ബൈ ഗോകുൽ എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിലെ ക്ലാസ്സുകൾ കാണാനും പഠിക്കാനും ശ്രമിക്കണം. ഓക്കെ, നമ്മൾ ഇതൊക്കെയാണ് ചെയ്തിട്ടുള്ള. മെൻസുറേഷൻ ചെയ്തു, ഓൾജിബ്ര ചെയ്തു, ഡിവിസിബിലിറ്റി ചെയ്തു, പിന്നെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, എല്ലാവരും പഠിക്കുക. നമ്മുടെ ടെലഗ്രാമിൽ ഇതിന്റെ നോട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ടെലഗ്രാമിൽ മാക്സ് ബൈ ഗോകുൽ എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നേരെ ജോയിൻ ചെയ്ത് എന്ത് ചെയ്യാം? ആ കാര്യങ്ങളൊക്കെ നോക്കുക. അതിൽ ജോയിൻ ചെയ്തുകൊണ്ട് ക്ലാസ് നോട്ട്, ഇന്നത്തെ ക്ലാസ്സിന്റെ നോട്ടും ഡൗൺലോഡ് ചെയ്ത് ഒന്ന് റിവൈസ് ചെയ്യാനൊക്കെ ഉപകാരപ്പെടും കേട്ടോ. ഓക്കെ,
അപ്പോൾ എന്ത് ചെയ്യാം, അടുത്ത വീഡിയോ ഏത് വേണം എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യണം. ഏത് ടോപ്പിക്കിനെ കുറിച്ചിട്ടാണോ, അല്ലെങ്കിൽ ഒരു ജനറൽ ആയിട്ടുള്ള കാൽക്കുലേഷൻ സ്പീഡിന്റെ ആണോ, അതോ സ്പീഡ് ഇംപ്രൂവ് ചെയ്യാനുള്ള മെത്തേഡുകളെ കുറിച്ചിട്ടാണോ, അതോ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ടോപ്പിക്കുകളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണോ? ഇപ്പൊ അടുത്ത ടോപ്പിക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് ട്രിഗണോമെട്രി ആണ്. അത് കഴിഞ്ഞാൽ നമ്പർ സിസ്റ്റം വരും. അത് കഴിഞ്ഞാൽ പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പെർസെന്റേജ്, അതുപോലെ തന്നെ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, മിക്സർ ആൻഡ് അലിഗേഷൻ, ടൈം സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക്, ഡാറ്റ ഇന്റർപ്രിറ്റേഷൻ, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇതെല്ലാം വരാനിരിക്കുകയാണ്. NTPC എക്സാമിന് മുമ്പ് ഇത്തരത്തിലുള്ള ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു സീരീസിന്റെ പ്രധാനപ്പെട്ട ഒരു എയിം എന്ന് പറയുന്നത്. സോ അത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ എല്ലാവരും പറയണം. ആൻഡ് ദിസ് ഈസ് ഓൾ അബൌട്ട് ടുഡേ സെഷൻ. അപ്പോൾ മറക്കണ്ട, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക, നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഓൺ ദ സ്പോട്ടിൽ തന്നെ കിട്ടട്ടെ. ആൻഡ് ബൈ, താങ്ക് യു ആൾ.